സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ, സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ, പാപവും ഭാരവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ല. അവൻ്റെ ഇഷ്ടം. വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നു എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. അതുകൊണ്ടാണ് നമ്മളുടെ ഓട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വേറെ ഒന്നും ആലോചിക്കാനില്ല. എന്താണ് പറയേണ്ടത്? എന്ത്? ഐ നീഡ് ടു ലിവ് എ ഹോളി ലൈഫ്, എ ഹോളി ലിവിങ്, ഒരു വിശുദ്ധമായ ജീവിതം. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഓട്ടം എന്ന് പറയുന്നത് വിശുദ്ധമായ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വീണ്ടും മടങ്ങി വരാം. ഓട്ടത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 9 അധ്യായം 24 വാക്യത്തിൽ വായിക്കുന്നതായ ഒരു ഭാഗമുണ്ട്. 1 കൊരിന്ത്യർ 9 അധ്യായം അതിൻ്റെ 24 വാക്യത്തിൽ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിടുതൽ പ്രാപിക്കുന്നു എന്നറിയുന്നുവല്ലോ, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളും ഓട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ്. അംഗം പൊരുന്നതിനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാതെ വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്ര ചെയ്യുന്നത്. ഈ ഭാഗം ഞാൻ പിന്നീട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആ ഒരു ഭാഗം മാത്രം ഞാൻ പറയുകയാണ്. ആദ്യത്തേത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ഒരാൾ മാത്രമേ വിടുതൽ പ്രാപിക്കുന്നുള്ളൂവല്ലോ. ഒരാൾ മാത്രമേ വിടുതൽ പ്രാപിക്കുന്നുള്ളൂ എന്നുള്ളതല്ല ഇവിടുത്തെ. അതിൻ്റെ കൺസ്ട്രക്ഷനിൽ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഓട്ടത്തിൽ ഒറ്റയാളെ വിജയിക്കുന്ന അങ്ങനല്ലല്ലോ പലപ്പോഴും, അല്ലേ? ഒരാൾ മാത്രമൊന്നുമല്ല വിജയിക്കുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ഓട്ടക്കളത്തിലാണെങ്കിൽ ഓട്ടക്കളത്തിൽ ഒരാൾ മാത്രമേ വിരുദ് പ്രാപിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചാൽ അത് ഞാനായിരിക്കണം എന്ന വണ്ണം ഓടുവിന്നാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? ഓട്ടക്കളത്തിൽ ഓടുന്നവൻ ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അതിൻ്റെ അർത്ഥം 100 പേര് ഓടിയിട്ട് ഒരാളെ വിജയിക്കത്തുള്ളെങ്കിൽ ആ വിജയിക്കുന്ന ആൾ ഞാനായിരിക്കണം എന്ന നിലയിൽ വേണം നിങ്ങൾ ഓടാനായിട്ട്. ഹാനോക്ക് സാക്ഷ്യം പ്രാപിച്ചതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ആരാ പറഞ്ഞത്? നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞു എന്ത്? ഈ വ്യക്തിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവന് ദൈവത്തെ പ്രസാദിപ്പിക്കണം. എടാ, നീ അവൻ്റെ അടുത്ത് പോയി അതും ഇതും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവനൊന്നും ചെയ്യത്തൊന്നുമില്ല, അവൻ എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നടക്കുന്ന ആളാ. നീ പറയുന്ന കാര്യമൊന്നും അവൻ്റെ അടുത്ത് നടക്കത്തില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ഗ്രാമത്തിൽ നിന്ന്, കൊല്ലാട് നിന്ന് ഒരാളെ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടത്തുള്ളെങ്കിൽ അത് നിങ്ങളായിരിക്കുമെന്ന് നാട്ടുകാർ പറയണം. അതാ സാക്ഷ്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നുണ്ട്, ഒരാൾ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഒരാളെ വിജയിക്കുകയുള്ളൂ എങ്കിൽ അത് നിങ്ങളായിരിക്കണം. പലരുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നെന്ന് പറയരുത്. നോഹയുടെ കാലത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. നോഹയുടെ കാലത്തിൽ നോഹ സകല ബാക്കിയുള്ള ആളുകളല്ല, നോഹയുടെ കാലത്തിനുണ്ടായിരുന്ന സകല ആളുകളെ നോക്കിയിട്ട് ദൈവം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അവിടെ എഴുതിയിരിക്കുന്നത്, ഗോഡ് ഗ്രീവ്ഡ് ബിക്കോസ് ഹി ക്രിയേറ്റഡ് മാൻ. ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്ന നിമിത്തം അനുതപിച്ചു. അവൻ പറഞ്ഞു, ഓ ഭയങ്കര കഷ്ടം, ഒരുത്തനല്ലെങ്കിൽ ഒരുത്തൻ രക്ഷപ്പെടത്തില്ലല്ലോ. ദൈവം ഭയങ്കരമായിട്ട് ദുഃഖിച്ചു. ദൈവം തന്നോട് തന്നെ പറഞ്ഞു, എന്തിനാ ഇവനെല്ലാം ഉണ്ടാക്കിയത്, എന്തിനാ ഇവനെല്ലാം സൃഷ്ടിച്ചത്, ഒരുത്തനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്തത് പറയാണ്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ലോകത്തിൽ അന്ന് ജീവിച്ചിരുന്ന സകല മനുഷ്യരെയും നോക്കിയിട്ട് ദൈവത്തിന്റെ മുഖം വാടിയപ്പോൾ
ദൈവം കരഞ്ഞപ്പോൾ നോഹയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവ് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നോഹ, യു ബ്രിങ് എ സ്മൈൽ അപ്പോൺ മൈ ഫേസ്. എൻ്റെ മുഖത്ത് നീ ഒരു പുഞ്ചിരി കൊണ്ടുവരുന്നുണ്ട്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ തകർന്നു പോയേനെ. എല്ലാവരും ആത്മീയരായിരിക്കുമ്പോൾ ആത്മീയരായിരിക്കുന്നതല്ല ആത്മീയത. എല്ലാവരും അനാത്മികരായിരിക്കുമ്പോൾ അവിടെ ആത്മികനായി. നോഹ തൻ്റെ തലമുറയിൽ ബാക്കി എല്ലാവരും അനീതിയുടെ പിന്നാലെ പോയപ്പോൾ, എല്ലാവരും ആത്മാവില്ലാത്തവരായി തീർന്നപ്പോൾ, എല്ലാവരും ജഡമെന്നതുപോലെ പ്രവർത്തിച്ചപ്പോൾ, നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം ദൈവത്തിന് വേണ്ടി കാതു തുറന്നു കൊടുത്തു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും ദൈവത്തെ കാണാനും ദൈവത്തെ അറിയാനുമായിട്ട് അവൻ ദൈവത്തിന്റെ മുമ്പാകെ നിന്നുകൊടുത്തു. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഓട്ടത്തിൽ നമുക്ക് ദൈവത്തോടുള്ള ഇടപെടൽ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല ഇരിക്കുന്നത്. ഒരാൾ മാത്രമേ ഈ കൊല്ലാട്ടിൽ നിന്ന് പോകത്തുള്ളെങ്കിൽ, ഒരാൾ മാത്രമേ കുറിയന്നൂരിൽ നിന്ന് പോകത്തുള്ളെങ്കിൽ, ഒരാൾ മാത്രമേ കോട്ടയത്ത് നിന്ന് പോകത്തുള്ളെങ്കിൽ, ഒരാൾ മാത്രമേ ന്യൂയോർക്കിൽ നിന്ന് പോകത്തുള്ളെങ്കിൽ അത് ഞാനായിരിക്കും എന്നുള്ള നിലയിലായിരിക്കണം നിങ്ങളുടെ ജീവിതം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 11-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ 11:12 യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറയാണ്, എന്താണ് ബലാത്കാരികൾ എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നുള്ള അർത്ഥമല്ല. ഒരു വയലന്റ് ഏണസ്റ്റ്നെസ്, എനിക്ക് വേണം എന്നുള്ള ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ, അല്ലെങ്കിൽ ദൈവരാജ്യം ആർക്കാ ലഭിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണമെന്നുള്ള അഭിവാഞ്ചയോടുകൂടി അവിടെ എഴുതിയിരിക്കുന്നത് എ വയലന്റ് ഏണസ്റ്റ്നെസ്, ബലാത്കാരേണ. നിങ്ങളുടെ ശാരീരിക ബലം ഉപയോഗിച്ചെന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. എന്താണ്? I have a desire, ഒരു വലിയ അഭിവാഞ്ച, somehow I need this, എങ്ങനെയെങ്കിലും എനിക്കിത് വേണമെന്നുള്ള വലിയ അഭിവാഞ്ചയോടുകൂടെ സ്വർഗത്തെ ബലാത്കാരം ചെയ്യുന്ന ബലാത്കാരികൾക്ക് മാത്രമേ ദൈവരാജ്യത്തെ പിടിച്ചടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ കിട്ടുന്നെങ്കിൽ പോരട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും. ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ പ്രശ്നമില്ല എന്നറിയാമോ? നമ്മൾ നോക്കുന്നുണ്ട്, ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ. ഈ ടെലിവിഷനിലും മറ്റേ ഒക്കെ ഉണ്ടല്ലോ, SMS അയച്ച് സമ്മാനം കിട്ടുന്നെന്ന് പറഞ്ഞ പോലെ, കിട്ടുന്നേ കിട്ടട്ടെ, പോയാലൊരു SMS, കിട്ടുന്നെങ്കിൽ ഏതാണ്ടൊക്കെ സമ്മാനം എന്ന് പറയുന്നത് പോലെ അല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത്, അവന്റെ വിശുദ്ധി പ്രാപിക്കുക എന്ന് പറയുന്നത് ബലാത്കാരേണ പിടിച്ചടക്കേണ്ട ഒരു ജീവിതാനുഭവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ഓട്ടത്തിൽ എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നതായ എൻ്റെ ആ കിരീടം, അവിടെ അതാണ് നമ്മൾ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ മാരത്തൺ ഓട്ടമൊക്കെ ആളുകൾ ഓടുന്നത്? അന്ന് ഒളിമ്പിക്സിൽ ഒരു വ്യക്തി ഓടി വിജയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് തലയിൽ വെക്കുന്ന ഒരു കിരീടം എന്ന് പറയുന്നത് ഒലിവിന്റെ കൊമ്പ് കൊണ്ടുള്ള, ഒലിവില കൊണ്ടുള്ള ഒരു കിരീടമാണ്. ആ ഒരു കിരീടം കുറച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? വാടിപ്പോകുന്നതാണ്, നിലനിൽക്കുന്നതല്ല. ഇനി ഒളിമ്പിക്സിന്റെ മെഡൽ കിട്ടിയാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേൺ ഔട്ട് ആകുന്നതാണ്. മേ ബി ഇറ്റ് ഈസ് ഗോൾഡ്, എവറിത്തിങ് ഈസ് ദെയർ, ബട്ട് ഇറ്റ് പെരിഷസ്. പക്ഷേ നമ്മളുടെ ഓട്ടം എന്ന് പറയുന്നത് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നിനു വേണ്ടിയുള്ള ഒരു ഓട്ടമല്ല. നിത്യതയിൽ നിലനിൽക്കുന്നതായ, നിത്യതയിലേക്ക് നമുക്ക് പ്രവേശനം നൽകുന്ന, നിത്യതയുടെ ജീവിതത്തിന് ഒരു ഉറപ്പ് നൽകുന്ന, ലഭിക്കുന്ന ആ ഒരു കിരീടത്തിന് വേണ്ടിയുള്ള വലിയ ഒരു ഓട്ടമാണ്. ആ ഓട്ടത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ആ ഓട്ടത്തിൽ ചില കാര്യങ്ങളുടെ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് ഈ ഓട്ടത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ അവിടുത്തെ വാക്യം എന്താണ് അവിടെ പറയുന്നത്? 12:1 നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ 1-ാമത്തെ ഭാഗത്തോടെ പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നു. നമുക്കൊക്കെ ഒരു ചിന്ത എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓട്ടത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് ഓടുന്നതെന്നാണ്. ആ ധാരണ കളയാനുള്ള ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് ഇവിടെ പറയുന്നത്. എബ്രായ ലേഖനകാരൻ പറയുന്നത്, ഈ ഓടാൻ വന്നിരിക്കുന്ന ആളുകൾ പറയാണ്, നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങളാണ് ഇത് ആദ്യമായിട്ട്
ഓടുന്നതെന്ന്. ഇത് ഓൾറെഡി ഓടിയ ഒത്തിരി പേരുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ എൻകറേജ് ചെയ്താണ്. വാസ്തവത്തിൽ ഒരു എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ റോളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം മുന്നിലുള്ള ഓട്ടത്തെ കണ്ട് പതറിപ്പോകുന്ന നമ്മളുടെ ചില അത്ലറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, മുന്നിലുള്ള ഓട്ടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, മാനസികമായിട്ട് പതറിപ്പോകും. നമ്മൾ തന്നെയാണെങ്കിലും ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടതായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെന്ന് പറയുന്നത്, എൻ്റെ ബ്രദറെ എനിക്ക് അതിനുള്ള ശക്തിയൊന്നും ഇല്ല, എന്നെ കൊണ്ട് ഇതൊന്നും ഓടാൻ കഴിയത്തില്ല. ക്രിസ്തീയ ജീവിതത്തിൽ പ്രത്യേകിച്ചും അതാ. ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കാണുമ്പോൾ, ഇതൊക്കെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ ഞാൻ എങ്ങനെ ഓടുന്നത്, എനിക്ക് അതിനുള്ള ശക്തിയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ എബ്രായ ലേഖനകാരൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എബ്രായ ലേഖനകാരൻ ഒരു വിഭാവന ചെയ്യുന്നത് ഇതുപോലെ തന്നെ വലിയ ഒരു സ്റ്റേഡിയം. തിങ്ക് അബൌട്ട് എ ബിഗ് സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൽ ഓടാൻ നിൽക്കുന്ന ആളുണ്ട്, ഇതിന്റെ കാഴ്ചക്കാരായ അനേക ആളുകളുണ്ട്. ഇല്ല, ഗാലറിയിലെല്ലാം ആളുകൾ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്റെ മുമ്പിലത്തെ ഓട്ടത്തിന്റെ ഹഡിൽസ്, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇനിയിപ്പം നമ്മൾ നാളെ പഠിക്കാൻ പോകുന്ന കാര്യമുണ്ട്. ഈ ഓട്ടത്തിൽ ചില തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പിന്മാറ്റുന്നതായ ചില കാര്യങ്ങളുണ്ട്. ആൻഡ് ഓൾസോ ദർ ആർ സം ട്രബിൾസ് ആൻഡ് ദർ ആർ സം ഹഡിൽസ്. ചില ഹഡിൽസ് ഉണ്ട്. ചിലപ്പോൾ ഈ ഓട്ടത്തിനകത്തൊക്കെ നിങ്ങൾ അറിയാമല്ലോ, ഹഡിൽസ് ഓടുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ട്രാക്കില് ഇടയ്ക്കിടയ്ക്ക് ചില ബാർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചില കമ്പുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓടുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യണം, ഈ ബാറ് ചാടിക്കടന്നിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നതായ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞിട്ട് ഓടാൻ വന്ന് നിൽക്കുന്ന പറയാണ്, ഇല്ല എനിക്കിത് ഓടാനായിട്ട് കഴിയത്തില്ല. ഇതുപോലെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കാനായിട്ട് ഒരു വ്യക്തി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവൻ കാണുന്നതെല്ലാം, അവന് മുമ്പിൽ കാണുന്ന എല്ലാം കഷ്ടതയും പ്രയാസവും പ്രതിസന്ധികളും എല്ലാം കൂടി ഇങ്ങനെ കാണുകയാണെന്ന് വെക്കുക. അങ്ങനെ കാണുമ്പോൾ മനസ്സ് തളർന്നിട്ട് അവൻ പറയാ, ഐ എം സോറി, ഞാൻ ഓട്ടത്തിന് പ്രവേശിക്കുന്നതേ ഇല്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട് അല്ലേ. പലപ്പോഴും ആളുകൾ പറയും, എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ വലിയ വലിയ കഴിവുള്ള ആളുകളെ കൊണ്ട് പറ്റുള്ളൂ. നിങ്ങൾ പറയുന്നത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, ഇങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങളുടെ റെസ്ട്രിക്ഷൻസ് എല്ലാം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പറ്റത്തില്ല. ഞാൻ വേറൊരു കൈൻഡ് ഓഫ് ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഇടയ്ക്ക് ഇട്ടേച്ച് പോകുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, വരാനായിട്ട് എനിക്ക് പ്ലാനില്ല. ഇനി ക്രിസ്തീയ ജീവിതം ആരംഭിച്ചവരാണെങ്കിലും പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇത്രയൊന്നും ഓർത്തില്ല, ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് ഈ ഓട്ടത്തിനകത്ത് അർത്ഥമില്ല, ഞാൻ ഓടി തീർക്കത്തില്ല, എന്താണെങ്കിലും ഇനിയുള്ള പ്രതിസന്ധികളൊന്നും എനിക്ക് നേരിടാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഓടാൻ മടിച്ചു നിൽക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ എബ്രായ ലേഖനകാരൻ വന്നിട്ട് പറയാണ്, ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ അല്ല ഇവിടെ ആദ്യം ഓടിയത്. എന്നിട്ട് അവൻ ഗാലറിയിലേക്കൊന്ന് കൈ വീശിയിട്ട് പറയുകയാണ്, നോക്ക്, ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ നീ കണ്ടോ? യെസ്, അവർക്ക് നിന്റെ ഓട്ടം കാണാൻ വന്നിരിക്കുക, മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഓട്ടം കാണാൻ വന്നിരിക്കുന്നവരൊക്കെ നിനക്ക് മുമ്പേ ഇത് ഓടിത്തീർത്തവരാണ്. യു ആർ നോട്ട് ദ പയനിയർ. നീ അല്ല ഒരു ആദ്യത്തെ വ്യക്തി, ഇവരെല്ലാവരും ഓടിയവരാണ്. അങ്ങനെ ഓടിയ വ്യക്തികളുടെ, അല്ലെങ്കിൽ ഓടിത്തീർത്തതായ വ്യക്തികളുടെ, അതാണ് സാക്ഷികൾ എന്നിവിടെ പറയുന്നത്. ആ ഓടിത്തീർത്ത വ്യക്തികളുടെ ഒരു ചരിത്രമാണ് ശരിക്കും 11-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ 11-ാം അധ്യായത്തിൽ ഈ ആകയാൽ, അതുകൊണ്ട് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ മുകളിൽ പറഞ്ഞ വാക്യങ്ങളുടെ അല്ലെങ്കിൽ അധ്യായത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് പറയുന്നത്. 12-ാം അധ്യായം തുടങ്ങുമ്പോൾ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 11-ാം അധ്യായത്തിൽ പറഞ്ഞവരാണ് ഈ സാക്ഷികൾ എന്നാണ്. 11-ാം അധ്യായത്തിൽ ഓട്ടം ഓടിയതായ വ്യക്തികളെ ആദ്യം തൊട്ട് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാ, ഇവരെല്ലാവരും ഓടിയവരാണ്. നിന്നെ എൻകറേജ് ചെയ്യാൻ ഇവരെല്ലാം നോക്കിയിരിക്കുക, നീ ഓടുന്നത് കാണാൻ, നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ, നീ ഓടുമ്പോൾ കൈയടിച്ച് നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ, നിനക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിന്നോട് സാക്ഷ്യം പറയാൻ. അതാണ് സാക്ഷികളുടെ സമൂഹം എന്ന് പറയുന്നത്.
ഇവിടുത്തെ ഓരോ വ്യക്തികളുടെയും കഥ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെയൊക്കെ ഇതുപോലെയുള്ള ആളുകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഈ 11-ാം അധ്യായത്തിന്റെ ഈ ഭാഗം പറയാൻ നമുക്ക് അനേക ദിവസങ്ങൾ വേണ്ടി വരും. എന്നാൽ നമുക്കതിന് സമയമില്ലാത്തത് കൊണ്ട് ആ ആളുകളുടെ പേരുകളും അവരുടെ ചില്ലറ കാര്യങ്ങളും പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യം അവിടെ പരിചയപ്പെടുത്തുന്ന വ്യക്തി ഹാബേലാണ്. ഹാബേൽ തൊട്ടുള്ള ആളുകൾ എവിടെ നിൽപ്പുണ്ട്? ഈ ഗാലറിയിൽ ഇരിപ്പുണ്ട്, നമ്മളുടെ ഓട്ടം കാണാനായിട്ട് ഇരിപ്പുണ്ട്. ഹാബേലിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അവന്റെ ഭവനത്തിൽ അവന്റെ ആത്മീയത മനസ്സിലാക്കുന്ന ആരുമില്ലായിരുന്നെന്നുള്ളതാണ്. ശ്രദ്ധിക്കണം, സ്വന്തം ഭവനത്തിൽ ഹാബേലിന്റെ സ്പിരിച്വാലിറ്റി തിരിച്ചറിഞ്ഞ ആളുകളില്ല. അവന്റെ സ്വന്തം സഹോദരനോ സ്വന്തം പിതാവിനോ സ്വന്തം മാതാവിനോ അവന്റെ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മൾ എന്തുവാ കാണിക്കുന്നതെന്ന് മനസ്സിലാകാത്ത ഒരു സാഹചര്യം വരും. നിങ്ങൾ ശരിയായിട്ടാണ് ആരാധന കഴിക്കുന്നതെങ്കിൽ, ശരിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ശരിയായ വിശ്വാസത്തിലാണ് നിങ്ങൾ മുന്നേറുന്നതെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്ക് പോലും നിങ്ങളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നുള്ളത് പോട്ടെ, സ്വന്തം ഭവനത്തിൽ ഞാൻ 34 വർഷം മുമ്പാണ് രക്ഷിക്കപ്പെടുന്നത്. 34 വർഷം മുമ്പ് 35 വർഷമാകുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേകത ഇതാണ്, എൻ്റെ ഭവനത്തിൽ ആർക്കും എൻ്റെ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഞാൻ ആദ്യം ഇതുപോലൊരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് സംസാരിച്ച് ചോദിച്ചു. എനിക്കതൊന്നും മനസ്സിലായില്ല അവർ പറഞ്ഞൊന്നും. അവരോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണ്ടേ? നിങ്ങൾക്കൊക്കെ വലിയ സന്തോഷമാണല്ലോ, എനിക്കങ്ങനെ സന്തോഷമൊന്നും പറ്റുന്നില്ല. ഞാൻ ആ ഫസ്റ്റ് മീറ്റിങ്ങിന് പോയിരുന്നു കഴിഞ്ഞപ്പം എനിക്കറിയാവുന്നവരൊക്കെ ഇരിക്കുന്നു, പക്ഷെ അവരൊക്കെ ആത്മാവിൽ ഇങ്ങനെ ആനന്ദിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഐ തോട്ട് ഐ എം ഒരു ഏലിയൻ ആണെന്നുള്ള ഒരു തോന്നൽ എനിക്ക്. ഞാൻ അവിടെ ഇരിക്കേണ്ട ആളല്ല, ഞാൻ മിസ്ഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നി. അവിടെ ഇരിക്കുന്നവരൊക്കെ വളരെ വിശുദ്ധന്മാരായ ആളുകളും ഞാനൊരു പാപിയായ വ്യക്തിയാണെന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് ഞാൻ പുറത്തു പോയി. അവിടുത്തെ മീറ്റിങ്ങിനകത്തിരിക്കാൻ കഴിയാതെ ഐ വെന്റ് ഔട്ട്സൈഡ് ആൻഡ് ക്രൈഡ്. ഇപ്പോഴും എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണെന്നുള്ളത്, പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതായിരുന്നു എൻ്റെ അനുതാപം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ ഞാൻ പുറത്തു പോയി കരയായിരുന്നു. എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഹൗ ക്യാൻ യു എൻജോയ് ദിസ് കൈൻഡ് ഓഫ് ലൈഫ്? ഇങ്ങനെയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ആഹ്ലാദത്തോടെയും ആഘോഷത്തോടെയും ജീവിക്കാൻ പറ്റുന്നത്? അപ്പോൾ അവരെന്നെ പറഞ്ഞു, അവരെൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരെ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളും മറ്റും കണ്ടിരുന്നു, ഞങ്ങൾ സംസാരിച്ചിരുന്നു. സാജി പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുന്ന ആളാണല്ലോ, വൈ ഡോണ്ട് യു റീഡ് ബൈബിൾ വിത്ത് ദാറ്റ് സീൽ? അങ്ങനെയുള്ള ഒരു ആവേശത്തോടെ വേദവസം ഒന്ന് വായിച്ചാൽ എന്താ? ഞാനൊരു ചാലഞ്ചായിട്ട് എടുത്തു. 2.5-3 മാസത്തിനകം ഞാൻ ബൈബിൾ കംപ്ലീറ്റ് വായിച്ചു. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ പേടി 13 വയസ്സുള്ള ഒരു പയ്യൻ രാത്രിയും പകലും വേദോസം വായിക്കുന്ന ഇത് കണ്ടോണ്ടിരുന്നാൽ വീട്ടുകാരുടെ ചിന്ത എന്തായിരിക്കും? ഇവന് ഭ്രാന്ത് പിടിച്ചെന്നേ പറയത്തുള്ളൂ. എൻ്റെ വീട്ടിൽ അത്രേ പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്തത്, റൂം അടച്ചിട്ടാണ് വായിക്കുന്നത്. അമ്മയോ വല്ലതും പാലും കൊണ്ട് വരുന്ന സമയത്ത്, എടാ പാലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബൈബിൾ എടുത്ത് മാറ്റി വെച്ചിട്ട് മാസി എടുത്ത് മുന്നേ വെക്കുമായിരുന്നു. ഇന്ന് പിള്ളേർ നേരെ തിരിച്ചാ ചെയ്യുന്നത്. കാര്യം എൻ്റെ സ്പിരിച്വാലിറ്റി അവർക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ആത്മീയത മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ തളർന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പറയാണ്, ഇങ്ങനെ ഒരു ജീവിതം നടക്കത്തില്ല, ഇങ്ങനെ ഒരു ഓട്ടം ഓടാൻ കഴിയത്തില്ല. ദൈവമേ, ഇതെങ്ങനെ ഓടുന്നത്? എൻ്റെ സ്വന്തം വീട്ടുകാർ പോലും എന്നെ തള്ളിക്കളയുകയാണല്ലോ. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞാൻ ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട് വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ഈ ഓട്ടം ഓടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് കുത്തിയിരിക്കുമ്പോൾ ഗാലറിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരും, ഹാബേൽ ഇറങ്ങി വന്നിട്ട് എൻ്റെ തോളെ തട്ടിട്ട് പറയും, മോനെ, നിന്റെ ആത്മീയത അവർക്ക് മനസ്സിലാകുന്നില്ലെന്നല്ല ഉള്ളോ? എൻ്റെ ആത്മീയത എൻ്റെ സ്വന്തം സഹോദരൻ മനസ്സിലാക്കിയില്ലെന്ന് മാത്രമല്ല, എന്നെ നശിപ്പിക്കുവാനും കൊല്ലുവാനും അവൻ തയ്യാറായി. പക്ഷേ ഞാൻ ഈ ഓട്ടം ഓടിത്തീർത്തു. നിനക്കും തീർച്ചയായും ഈ ഓട്ടം ഓടാൻ കഴിയും. എനിക്ക് അത് കഴിഞ്ഞെങ്കിൽ നിനക്കും കഴിയും. ഞാൻ ഈ ഓട്ടം ഓടി തീർത്തവനാ എന്ന് ഹാബേൽ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ഉത്തരവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഓട്ടത്തിൽ നമ്മളെ എൻകറേജ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സാക്ഷികളുടെ വലിയ സമൂഹമാണ് നമ്മൾ 11-ാം അധ്യായത്തിൽ കാണുന്നത്. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ, സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും
പിന്നാലെ ഞാൻ. പാപവും ഭാരവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. പാപവും ഭാരവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സന്തോഷമോർത്തതാ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ.